നമുക്കിപ്പോൾ നാട്ടിൽ നിന്നൊരു വലിയ പെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഈ പെട്ടി എവിടെ നിന്ന് വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ ഇതുപോലെ വീഡിയോ അൺബോക്സിങ് നമ്മുടെ നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന പെട്ടിയുടെ അൺബോക്സിങ് ഇടുമ്പോൾ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. ഏത് കൊറിയർ സർവീസാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഫ്ലീറ്റ്ഗോ എന്ന് പറയുന്ന ഒരു കൊറിയർ സർവീസാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് നാട്ടിൽ നിന്ന് പുറത്തുള്ള ഏത് രാജ്യത്തോട്ട് വേണമെങ്കിലും ഷിപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെങ്കിൽ നാട്ടിലോട്ട് പോവുക, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ഇനി പെട്ടി തുറക്കാം അല്ലേ. പെട്ടി തുറന്നിട്ട് എന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തയച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ബബിൾ റാപ്പൊക്കെ ചെയ്ത് നല്ല സെക്യൂർ ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെയാണ് വാങ്ങിയത് നമ്മൾ കാണാം. ഇതൊരു ബാഗാണ് കേട്ടോ. ഇതിന് ഡ്രസ്സുകളാട്ടോ. ഡ്രസ്സുകളാണല്ലോ നമുക്ക് ഇവിടെ കിട്ടാത്തത് മെയിനായിട്ട്. എന്ന് വെച്ചാൽ ഡ്രസ്സ് ഇവിടെ കിട്ടില്ല എന്നല്ല, നമ്മുടെ സൈസിനുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സൈസിനുള്ളതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കഷ്ടമുള്ള കാര്യമാണ്. പോലത്തെ നമ്മുടെ നാടൻ അല്ലെങ്കിൽ ട്രഡീഷണൽ വെയറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും കിട്ടില്ല. ഇതൊക്കെ ഏട്ടൻ്റെയാണ് കേട്ടോ. ഇത് എനിക്കൊരു സ്കേർട്ട്. ഓണമൊക്കെ കഴിഞ്ഞെങ്കിലും ഇനി അടുത്ത ഓണത്തിനൊക്കെ ഇടാം. ഷർട്ട് ഇതൊക്കെ പിന്നെ ഏട്ടൻ്റെ ഡിപ്പാർട്ട്മെന്റ്. ഇത് ജാനുട്ടിക്ക് ഇവിടെ ഇങ്ങനെ ചുരിദാർ പോലത്തെയൊക്കെ ഇടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇവിടെ കിട്ടില്ലല്ലോ. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണ്. ഇതൊക്കെ തുണികളാണ്. മെയിനായിട്ടുള്ളൊരു സംഭവമാണ് അമൃതം പൊടിച്ചര. ഇതാണ് വിക്കിക്കാണെങ്കിൽ ഇവിടെ കിട്ടില്ല എന്നറിയാലോ. അപ്പോൾ ഇത് വേണമെന്ന് ഒത്തിരി നാളായിട്ട് പറയണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ ഇങ്ങനെ നമുക്ക് അമൃതം പൊടി സാധാരണ കുട്ടികളുള്ള വീട്ടിലാണല്ലോ, അതായത് 6 മാസം തൊട്ട് 3 വയസ്സ് പ്രായമുള്ളവരെ ആണ് കിട്ടുക. അവിടെയുള്ള കുഞ്ഞ് 3 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ, ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് പിന്നെ വീട്ടിൽ നിന്ന് അമ്മ പോയി അംഗൻവാടിയിൽ പോയി ചോദിച്ച് മേടിച്ചതാണ്. അപ്പോൾ അതെ, ഇതൊക്കെ പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സുകളാണ് ഫുള്ളിത്. ഇതൊക്കെ അഴിച്ച് നല്ല സ്പേസ് നമ്മൾക്ക് ഒത്തിരി വേണമെങ്കിൽ കൊള്ളുന്ന രീതിയിൽ അങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഓ, വിക്കിക്ക് നല്ല വലിയ മുണ്ട്. ഇത് വിക്കിക്ക് ഒരു മുണ്ട്, പിന്നെ വിക്കിക്ക് തന്നെ ഷർട്ട് എന്ന് പറഞ്ഞാൽ മുണ്ടിൻ്റെ കൂടെയും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഷർട്ട് മുണ്ടാണ്. പിന്നെ എനിക്കൊരു കുർത്ത. ഇതൊക്കെ അമ്മയും അനിയനും ഒക്കെ കൂടെ പോയിട്ട് അവിടുത്തെ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഞാൻ ആമസോണിൽ വാങ്ങിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം. ഇതും ഒരു സ്കേർട്ടാണ്. ഇത് കണ്ടോ, മുല്ലപ്പൂ. നമ്മൾ ഒരുപാട് നാളായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കണതാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന സമയം മുതൽ ഇങ്ങനെ വിചാരിക്കുന്നതാണ്. നല്ല റിയൽ ആയിട്ടുള്ള മുല്ലപ്പൂ ഇങ്ങനെ കിട്ടണം എന്നുള്ളത്. അപ്പോൾ നാട്ടിൽ നിന്നാണെങ്കിൽ എങ്ങനെ കൊണ്ടുവരുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്ലിറ്റിഗോ എന്നാലും നമുക്ക് വേണ്ടിയിട്ട് അയച്ചപ്പോൾ എനിക്ക് നല്ല റിയൽ മുല്ലപ്പൂ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇത്രേ ഉള്ളൂ, ഒരു മുഴമാണ് വാങ്ങിച്ചിരിക്കണേ, അത് മതിയോ. പിന്നെ ഏട്ടനൊരു മുണ്ട്, ഇതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. ചിപ്സ് ഒക്കെ അടുത്തത് നമ്മുടെ ചിപ്സ്. ഉള്ളി ചിപ്സ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം കുറച്ച് ചിപ്സ് തന്നെ വാങ്ങിയുള്ളൂ, തണുത്തിട്ടില്ല. അടുത്തത് ജാനൂട്ടിക്ക് ഒരു ക്ലിപ്പ് വാങ്ങിച്ചതാണ്. ഇതൊക്കെ പിന്നെ ഇവിടെ കിട്ടും, പക്ഷെ ഇങ്ങനെ നോക്കിയപ്പം കുറേ ആയിട്ടുണ്ടായിരുന്നു. ബാൻഡ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെ താങ്ക് യു കാർഡ് ഓർഡർ ചെയ്തത് തന്നെ ഒരു താങ്ക് യു കാർഡ് ഉണ്ട്. ഇതിനകത്ത് ഡോർ ടു ഡോർ ഡെലിവറി, നമ്മുടെ വീട്ടിൽ പോയിട്ട് അവർ എടുത്ത് ഡെലിവറി ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം സെറ്റാക്കി വെച്ചാൽ മതി വീട്ടിൽ. അവർ തന്നെ പോയിട്ട് എവിടെയാണെങ്കിലും പോയി വീട്ടിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് അവരുടെ എവിടെയാണോ ഏരിയ അവിടെ നിന്ന് ഷിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. 15+ കൺട്രീസിലോട്ടുണ്ട്. USA, UK, ജർമ്മനി, അയർലൻഡ്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലാവിടേക്കും ഉണ്ട് കേട്ടോ. ഇറ്റലി, പിന്നെ ഗൾഫ് കൺട്രീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ എന്തായാലും. പിന്നെ ഇതെല്ലാം ഏട്ടൻ്റെ ഷർട്ട്സാണ്. ഏട്ടനാണ് ഇത്തവണ കൂടുതൽ ഡ്രസ്സ് വാങ്ങിയിരിക്കുന്നത്. എല്ലാ തവണ ഏട്ടനാണെന്ന് തോന്നുന്നു കൂടുതൽ വാങ്ങിക്കുന്നത്. ഇതും ഏട്ടൻ്റെ, ഇതും ഏട്ടൻ്റെ, ഇതും ഏട്ടൻ്റെയാണ്.
ഇതൊന്നും പിന്നെ കാണിക്കണില്ല. ഇത് ജാനുട്ടിക്ക് വാങ്ങിയതാണ്. ഇതും ഡ്രസ്സാണ്. ഇത് എനിക്കുള്ള ഡ്രസ്സാണ്. ഇല്ല, ഇത് മൊത്തമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. പിന്നെ വിക്കിക്കും ജാനുട്ടിക്കൊക്കെ എന്താ വെച്ചാൽ ട്രഡീഷണൽ ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം അവർക്ക് ബാക്കിയുള്ളതൊക്കെ അവർക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ സ്നാക്സിൽ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് വീണ്ടും വാങ്ങിച്ചു. നമ്മുടെ ഓണം പൂക്കളില്ലേ, ഇവിടെ കിട്ടും. ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത് നാട്ടിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്. ഇതൊക്കെ ഏട്ടൻ്റെയാണ്. ടീഷർട്ട്സ് വാങ്ങിയിട്ടുണ്ടോ? ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് ഇത് ഏട്ടൻ ഓർഡർ ചെയ്തതാട്ടോ വിക്കിക്കൊക്കെ വേണ്ടിയിട്ട്. ഇതും എനിക്കുള്ള ഡ്രസ്സാണ്. ഇതും എനിക്കുള്ള ഡ്രസ്സ് തന്നെയാണ്. ദിവാലിക്കൊക്കെ ഇടാം. പിന്നെ നമ്മൾ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട് വിക്കിക്ക് വേണ്ടിയിട്ടാണ്. ലഞ്ച് ബോക്സ് ഇവിടെ കിട്ടുന്നതാണെങ്കിലും ഇതിങ്ങനെ ആമസോണിൽ നോക്കിയപ്പം നന്നായിട്ട് തോന്നി. എല്ലാം ഇവർക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പം ഇപ്പോഴാണെങ്കിൽ സ്കൂള് തുറന്നതാണ് വിക്കിൻ്റെ. ലഞ്ച് ബോക്സ് ഇതിൽ പക്ഷെ വിക്കിക്ക് ബ്രെഡ് വെക്കാൻ പറ്റില്ല. റൈസൊക്കെ വെക്കും. ചോപ്സ്റ്റിക് ഒക്കെ ഉണ്ട് വിക്കി. പിന്നെ ഇതും ജാനൂട്ടിക്ക് ഒരു പട്ടുപാവടയാണ്. ഇതൊക്കെ എന്തായാലും ഏട്ടൻ്റെയാണ്. ടീഷർട്ട്സും പാൻസൊക്കെയാണ് കൂടുതലും. തെങ്ങിൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങ വറുത്തിട്ട് കൊടുത്തയച്ചതാ. വറുത്തിട്ട് കൊടുത്തയക്കുമ്പോൾ എത്ര വേണമെങ്കിലും നിൽക്കുമല്ലോ. നമുക്കിനി ഇത് ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് കേടുവരില്ല. നല്ല മണം കേട്ടോ. രണ്ടമ്മമാരും കൂടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. അടുത്ത സംഭവമാണ്. ഇതാണ് ഓർണമെന്റ്സ്. വള, മാല, നമ്മുടെ മാങ്ങാമാല, മുട്ടുമാല എന്നൊക്കെ പറയുന്ന പോലെ. താമരയുടെ ട്രെൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ട്രെൻഡൊക്കെ തീർന്നു. എന്നാലും ഇനിയിപ്പോൾ നമ്മൾക്ക് അമേരിക്കയിലെ ട്രെൻഡ് അവിടെ നാട്ടിൽ തീരുമ്പോഴാണ് അമേരിക്കയിലെ ട്രെൻഡ് ഇങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോൾ ഉപയോഗിക്കാം. താമരയുടെ മാല പിന്നെ ഇത് വള. കുപ്പിവള ഇവിടെ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് കുപ്പിവള എത്ര ഇട്ടാലും നമുക്ക് മതിയാവില്ലല്ലോ. അപ്പോൾ ഇത് കറക്റ്റ് എൻ്റെ അളവ് തന്നെ കേട്ടോ. കാരണം ഇവിടെ എനിക്ക് വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ അളവ് പ്രശ്നമാണ് മെയിനായിട്ട്. എനിക്ക് കുഞ്ഞു സൈസാണ് കയ്യെ. അപ്പം ചെറിയ അളവാണ് വേണ്ടത്. ജാനൂട്ടിക്ക് വള വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജാനൂട്ടിക്ക് പക്ഷേ കുപ്പിവളയല്ല. കുപ്പിവള ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ ജാനൂട്ടിക്ക് നോർമലി മെറ്റലിൻ്റെ വള എല്ലാം 6 അങ്ങനെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ജാനൂട്ടിക്ക്. ഇതാണ് നമ്മുടെ പെട്ടി. ഇനിയുള്ളത് ദേ ഇതാണ്. ഇതെന്താ നോക്കാം. പിന്നെ ദേ പെട്ടി കഴിഞ്ഞു. പെട്ടി കാലിയാട്ടോ. ഇത് നമുക്ക് എന്താണ് ലാസ്റ്റ് സംഭവം. ഇതൊരു സംഭവം എൻ്റെ റീസെൻ്റായിട്ട് ഒന്ന് കേട് വന്ന് പോയായിരുന്നു. സംഭവം നല്ല കുക്കർ. അപ്പോൾ കുക്കറാണ് വാങ്ങിയിരിക്കുന്നത്. കുക്കറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുക്കറിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് സ്പേസ് നമ്മൾക്ക് സേവ് ചെയ്യാമല്ലോ. ഇനി ഇത് കുക്കറിൻ്റെ പാട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ മുളക് വറുത്തത് കൊടുത്തിട്ടുണ്ട്. മുളക് വറുത്തതല്ല, മുളക് ഉണക്കിയത്. നമ്മുടെ വീട്ടിലുണ്ടായ മുളക് പറിച്ച് ഉണക്കിയതാട്ടത്. മോരുമുളക് കേട്ടോ. ഇമ്മ ഒരു ആഗ്രഹം കൊണ്ട് ഇത് വറുത്തിട്ട് കഴിക്കാനുള്ളതാണ്. അടുത്തത് കുക്കർ. കുഞ്ഞു കുക്കറാണ്. പരിപ്പൊക്കെ വേവിക്കാൻ കുഞ്ഞു കുക്കർ. നല്ല രസമുണ്ട് ഇത്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. പക്ഷെ ഓൺലൈനിൽ കാണുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എത്ര വലിപ്പമുണ്ടെന്നൊന്നും. കപ്പാസിറ്റി ഒക്കെ പറഞ്ഞെങ്കിലും ഊഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നോക്കിക്കേ, ഇതോ ഇത്രയുള്ളൂ. നമ്മുടെ എൻ്റെ ഒരു കൈ ഇതെത്ര. ഇനി ലാസ്റ്റ് 3 സാധനങ്ങളുണ്ട്. നോക്കാൻ എന്തൊക്കെയാണ്. ഉണ്ണിയപ്പാണ്. മുളക് ഉപ്പിലിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാണ് ലാസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ എന്താ സംഭവം. പപ്പടം. പപ്പടമാണ് കേട്ടോ. ഈ ഫ്ലീറ്റ് ഗോയ്ക്ക് കൊച്ചിയിലും കോഴിക്കോടും അതുപോലെ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ ഓഫീസുണ്ട്. അല്ലാതെ വേറെ നമ്മുടെ കേരളത്തിലെ ഏത് നാട്ടിൽ നിന്നാണെങ്കിലും അവർ ഡയറക്റ്റ് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യും. 20 കിലോയിലേക്ക് കൂടുതലാണെങ്കിൽ ഫ്രീ പിക്കപ്പാണ്.
അപ്പോൾ നമ്മുടെ എന്തായാലും ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് പെട്ടി വരാമെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും ഇനി ഈ പെട്ടിയിലുള്ള സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് എല്ലാവരും കുറച്ച് സാധനങ്ങളാണ് കൊണ്ടുവന്നുള്ളൂ. മാക്സിമം നമുക്കെല്ലാം ഇവിടെ കിട്ടും. എന്നാലും മെയിനായിട്ട് നമുക്ക് കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നിങ്ങളും നാട്ടിൽ എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളവർ ഉണ്ടാക്കി തരുന്ന എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ സ്വീറ്റ്സോ സ്നാക്സോ അതുപോലെ എന്താണെങ്കിലും നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഫ്ലീറ്റ്കോ പോയി ചെക്ക് ചെയ്യുക. fleetco.io ആണ് വെബ്സൈറ്റ്. ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് ഒക്കെ നാട്ടിൽ നിന്ന് US അല്ലെങ്കിൽ കാനഡയിലോട്ടോ UK എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പം അത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവിടെ വരെ കണ്ടതിൽ. ബൈ.